മോദി ബ്രോ ഞാൻ പെട്ടു. അതെ, നരേന്ദ്രമോദിയുടെ സ്വന്തം അദാനി ഗ്രൂപ്പിന്റെ ചെയർമാൻ ഗൗതം അദാനിക്കെതിരെ യുഎസിൽ കേസ്. തട്ടിപ്പിനും കൈക്കൂലിക്കുമെതിരായ കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അദാനിക്കെതിരെ കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് കേസെന്ന് മുതിർന്ന നേതാവ് ജയറാം രമേശ്. ഈ വിഷയത്തിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്വേഷണം വേണമെന്ന് ജയറാം രമേശ് എക്സിൽ കുറിച്ചു. പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വ്യവസായിയായ അദാനിയും തമ്മിലുള്ള അവിഹിത ബന്ധത്തെക്കുറിച്ച് 100 ചോദ്യങ്ങൾ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നു. ഈ ചോദ്യങ്ങൾക്ക് ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സുപ്രധാന മേഖലകളിൽ അദാനിക്ക് വേണ്ടി കുത്തകവൽക്കരണം നടക്കുകയാണ്. ഇത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ താറുമാറാക്കുകയാണ്. $2 ബില്യൺ മൂല്യമുള്ള സൗരോർജ വിതരണ കരാറുകൾ നേടുന്നതിന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് $250 മില്യൺ കൈക്കൂലി നൽകിയതിനാണ് കേസെടുത്തിരിക്കുന്നത്. കൂടാതെ തങ്ങളുടെ കമ്പനി അഴിമതിരഹിത നയമാണ് സ്വീകരിക്കുന്നത് എന്ന് US ഭരണകൂടത്തെയും നിക്ഷേപകരെയും അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് തെറ്റിദ്ധരിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയും കോടതി കേസെടുത്തിട്ടുണ്ട്. 20 വർഷത്തിനുള്ളിൽ $2 ബില്യൺ ലാഭം പ്രതീക്ഷിക്കുന്ന സൗരോർജ വിതരണ കരാറുകൾ നേടാനാണ് കൈക്കൂലി. ഇന്ത്യൻ ഭരണകൂടത്തിന്റെ വിശ്വസ്തനായ അദാനിക്കെതിരായ കേസ് രാജ്യത്തിനു തന്നെ നാണക്കേടാണ്. US അദാനിയെ കൂടാതെ മറ്റ് 7 പേരും കേസിൽ പ്രതികളാണ്. അദാനിയുടെ അടുത്ത ബന്ധു സാഗർ അദാനിയാണ് കേസിലെ മറ്റൊരു പ്രതി. നരേന്ദ്രമോദിയും ഗൗതം അദാനിയും പരസ്പരം സഹായിച്ച് വളരുകയെന്ന നയമാണ് നാളിതുവരെ സ്വീകരിച്ചത്. ഗുജറാത്തിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായപ്പോഴാണ് അദാനി വളർച്ചയുടെ പടവുകൾ കയറിയത്. 1995 മുതൽ 2001 വരെയുള്ള കാലഘട്ടം ഗുജറാത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങൾക്കൊപ്പം പ്രതിസന്ധികളുടേത് കൂടിയാണ്. 2001 ഗുജറാത്തിൽ അധികാരമേറ്റെടുത്തതിന് ശേഷം മോദിക്ക് താങ്ങും തണലുമായത് അദാനിയായിരുന്നു. അദാനിയുടെ രക്ഷക്കായി മോദി നടത്താനിടയുള്ള ഇടപെടലുകളാണ് ഈ നാട് ഉറ്റുനോക്കുന്നത്. അദാനി മോദി ബൈ ബൈ സമീപനത്തിനെതിരെ പ്രചാരണം ശക്തമാക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം.